മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് ഉപയോഗിക്കേണ്ടത്. അതിനായിട്ട് മാങ്ങയുടെ തൊലി കളഞ്ഞ് ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ മുറിച്ചെടുക്കണം. ഈ മാങ്ങയുടെ കഷ്ണങ്ങളും കൊരട്ടയും കൂടെ ഒന്നിച്ചാണ് പുളിശ്ശേരിയിൽ ഇടാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഒരു കൈയുടെ പകുതിയോളം അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ എടുക്കാം. ഒരു കൈ നിറയെ തേങ്ങ ചിരകിയത്, 4-5 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം. ഫസ്റ്റ് തന്നെ ഈ മാങ്ങ കൂടാതെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ അരക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടൊന്ന് ആക്കിയതിന് ശേഷം പിന്നെ 2-3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് പോലെ ആവുന്നതാണ് നല്ലത്. അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഈ അരവ് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഒരു മൺചട്ടിയിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് അരവ് നന്നായി തിളപ്പിക്കണം. നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ കഷ്ണവും പിന്നെ കൊരട്ടയും കൂടെ എല്ലാം ആഡ് ചെയ്യുക. മാങ്ങ നന്നായി വെന്തതിന് ശേഷം, അതായത് ഒരു നല്ലൊരു കുറുകിയ പരുവത്തിലാകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറവിടുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക് ഇടുക. വറ്റൽമുളകുമായി കടുകും പൊട്ടിയതിന് ശേഷം ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് കറിയിൽ ഒഴിക്കുക. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി.